സ്ഥലമാറ്റത്തിന് പിന്നാലെ കണ്ണൂർ ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപലേഖ കുഴഞ്ഞു വീണ് മരിച്ചതിൽ പ്രതിഷേധമുയരുകയാണ്. 1 മണിക്കൂർ ജോലി ബഹിഷ്കരിക്കാനാണ് കേരള NGO യൂണിയന്റെ തീരുമാനം. കണ്ണൂർ ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലുമാണ് പ്രതിഷേധമുള്ളത്. മാനദണ്ഡങ്ങൾ മറികടന്ന് അന്യായമായ സ്ഥലമാറ്റങ്ങൾ നടക്കുന്നുവെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി പരിഗണിക്കാതെ സ്ഥലമാറ്റം നടപ്പാക്കിയെന്നും മനോവിഷമമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ആരോപണമാണ് ഇവർ ഉയർത്തുന്നത്. അർജുൻ കല്യാട് വിവരവുമായി. അർജുൻ, ഇപ്പോൾ ഇവരുടെ മരണം എപ്പോഴായിരുന്നു സംഭവിച്ചത്? എന്താണ് മരണകാരണമായി അറിയാനാകുന്നത്? ഇപ്പോൾ NGO യൂണിയന്റെ പ്രതിഷേധം നടക്കുകയാണല്ലോ. പ്രതിഷേധിക്കുന്നവർ പറയുന്ന ആരോപണം എന്താണ്? സ്മൃതി, ഇന്ന് 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ ജീവനക്കാരും പുറത്തിറങ്ങി പ്രതിഷേധിക്കണം എന്നുള്ളതാണ് NGO യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദീപലേഖയുടെ മരണം അത് സ്ഥലം മാറ്റത്തെ തുടർന്നാണ്. സ്ഥലം മാറ്റം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രമായി കാണാൻ വേണ്ടി കഴിയില്ല. അത് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാത്ത തരത്തിലാണ് ഈ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് NGO യൂണിയൻ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ആദ്യം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ നിന്നും മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DMOക്ക് ഉൾപ്പെടെ അപേക്ഷ നൽകിയതാണ്. ഈ കാര്യങ്ങൾ DMOയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയായിരുന്നു ഈ ദീപലേഖയെ സ്ഥലം മാറ്റി ഒരു ഉത്തരവ് DMO ഇറക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു മനോവിഷമം ഉണ്ടാവുകയും ദീപലേഖ കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് NGO യൂണിയൻ നേതാക്കൾ പറയുന്നത്. ഇത്തരമൊരു മനോവിഷമം ഉണ്ടായിരുന്നു ദീപലേഖയ്ക്ക് എന്നുള്ള കാര്യം കുടുംബവും പറയുന്നുണ്ട്. കുടുംബവും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആശങ്കകൾ, ചില മനോവേദനകളൊക്കെ കുടുംബാംഗങ്ങളുമൊക്കെയായി പങ്കുവച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും ഇത് ഈ സ്ഥലം മാറ്റത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഒരു മനോവേദനയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു മരണം തന്നെയാണ് എന്നുള്ളതാണ് കുടുംബവും NGO യൂണിയന്റെ നേതാക്കളും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് NGO യൂണിയൻ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ ഭാഗത്ത് അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കണം എന്നുള്ള തീരുമാനം പ്രതിപക്ഷം അല്ലെങ്കിൽ CPMന്റെ ഭാഗമായിട്ടുള്ള യുവജന സംഘടനകളും അത്തരത്തിലുള്ള സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തീരുമാനം ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ DMO ഓഫീസിലേക്ക് DYFI വളരെ പൊടുന്നനെ ഒരു ഉപരോധം സംഘടിപ്പിക്കുകയും ആ തരത്തിലുള്ള ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് DYFIയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ദീപലേഖയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ചൊക്ലി PHCയിൽ ഈ പറയുന്ന ദീപലേഖയുടെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ മൃതദേഹം കോഴിക്കോട് ജന്മദേശത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളുള്ളത്. അതിൻ്റെ പ്രാരംഭ സമരം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് മുഴുവൻ കണ്ണൂർ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി നിന്നുകൊണ്ട് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.